നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ആർക്കെങ്കിലും കൈ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായി വെച്ചിരിക്കുന്ന ആപ്പുകളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ അത് കൃത്യമായി അതേ സ്ഥലത്ത് കാണില്ല. അപ്പോൾ ഉദാഹരണത്തിന് കാണാൻ സാധിക്കും, എൻ്റെ ആപ്പ് ഞാൻ കൃത്യമായിട്ട് ഇവിടെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ആപ്പുകളായിരിക്കും നമ്മൾ ആദ്യ ഭാഗത്ത് വെക്കുക. എന്നാൽ ഇത് കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റാരുടെയും കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ അവരുടെ അശ്രദ്ധ മൂലം ഈ ആപ്പുകളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ഡിലീറ്റ് ആയി പോവുകയൊക്കെ ചെയ്യും. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്, നമ്മൾ ആർക്കെങ്കിലും ഒരാൾ മൊബൈൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒഴിഞ്ഞ ഭാഗത്ത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ ഇത് മുകളിലായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം മോർ എന്നുള്ളൊരു ഓപ്ഷൻ. ചില മൊബൈൽ ഫോണിൽ സെറ്റിങ്സ് എന്നായിരിക്കും കാണാൻ സാധിക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ സാധിക്കും ലോക്ക് ലേഔട്ട് എന്ന് കാണാൻ സാധിക്കും. ഇത് ചില മൊബൈൽ ഫോണിൽ ഹോം സ്ക്രീൻ ലേഔട്ട് എന്ന് കാണാൻ സാധിക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോൺ ലോക്ക് ലേഔട്ട് എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്ത് വായിച്ചു നോക്കി കാണാൻ സാധിക്കും നിങ്ങളുടെ ആപ്പുകൾ നിങ്ങൾക്ക് മൂവ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ സാധിക്കില്ല ഇത് എനേബിൾ ചെയ്താൽ. അപ്പോൾ ഞാനിത് എനേബിൾ ചെയ്തു. ഇനി ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആപ്പ്, ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് ഒരു ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യാണ്. എന്നിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് മൂവ് ആകുന്നില്ല. അവിടെ താഴെ ഭാഗത്ത് ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന് കാണാൻ സാധിക്കും. അവിടെ കാണാൻ സാധിക്കും ഹോം സ്ക്രീൻ ലോക്ക്ഡ്. അത് നമുക്ക് ഏതൊരു ആപ്പ് ഇവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായി വെച്ചിരിക്കുന്ന ആപ്പുകൾ അതിൻ്റെ ഒരു ഓർഡർ തെറ്റിച്ചിട്ട് നമുക്കത് കൃത്യമായി ആ ആപ്പ് കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.